ISL 11-ാം സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഒരു തോൽവി വഴങ്ങേണ്ടി വന്നു. എന്നാൽ തോറ്റു തുടങ്ങിയ ഈ ബ്ലാസ്റ്റേഴ്സിനെ ഭയക്കേണ്ടതുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് 3 തവണയാണ് ISLന്റെ ഫൈനൽ കളിച്ചിട്ടുള്ളത്. 2014-ലും അതുപോലെ തന്നെ 2016-ലും 2021-ലും. ആ 3 സീസണുകളിലും ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്തിയത് ആദ്യത്തെ മത്സരം പരാജയപ്പെട്ടിട്ടായിരുന്നു. അതാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. എന്തായാലും ഇവാൻ മുക്കമനോവിച്ചിൻ്റെ സീസൺ തന്നെ നമുക്കൊന്ന് എടുക്കാം. 2021-ൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കാനായി എത്തിയ സീസൺ. എന്തായാലും ആദ്യത്തെ 3 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയമേ ബ്ലാസ്റ്റേഴ്സ് കണ്ടിട്ടില്ലായിരുന്നു. ആദ്യ മത്സരം പരാജയപ്പെട്ടു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട്. അന്നത് ATK മോഹൻ ബഗാൻ ആയിരുന്നു. ATK മോഹൻ ബഗാനോട് 5-2 പരാജയം ബ്ലാസ്റ്റേഴ്സ് എന്ന് ആദ്യ മത്സരത്തിൽ തന്നെ വഴങ്ങേണ്ടി വന്നു. പിന്നീട് ഉള്ള 2 മത്സരം ബ്ലാസ്റ്റേഴ്സിന് സമനിലയായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് പിന്നെയുള്ള 2 മത്സരത്തിലും ഒറ്റ ഗോൾ പോലും നേടാൻ സാധിച്ചില്ല. പിന്നീട് നമുക്ക് ഇവാനിസമാണ് കാണാനായിട്ട് സാധിച്ചത്. മികച്ച പ്രകടനത്തിലൂടെ ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ വരെ എത്തി. ഇവാന് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് സ്റ്റാറയ്ക്ക് പറ്റില്ല? ഇത് തന്നെയാണ് ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം. എന്തായാലും മൈക്കിൾ സ്റ്റാറ എന്ന തന്ത്രജ്ഞനായ പരിശീലകൻ എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ്. അദ്ദേഹം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം വിജയിച്ചുകൊണ്ട് ശക്തമായി തന്നെ തിരികെ വരുമെന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം വിജയിച്ചുകൊണ്ട് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എല്ലാ കണ്ണുകളും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതീക്ഷകളും ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയിൽ തന്നെയാണ്. ലൂണ അടുത്ത മത്സരത്തിൽ തിരിച്ചു വരുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. കോച്ചും അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്തിയ 3 സീസണുകളിലും ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം പരാജയപ്പെട്ടതിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ വരെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രതീക്ഷയായി നമുക്ക് കാണാം. എന്തായാലും തോൽവി പ്രതീക്ഷയായി നമുക്ക് കാണാം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം തോറ്റ 3 സീസണുകളിലും ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. ആ ഫൈനലിൻ്റെ തുടക്കമാകട്ടെ ഈ തോൽവി എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം.